വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആറന്മുള വള്ളസദ്യ കഴിക്കണം എന്നുള്ളത്. ആ ആഗ്രഹം ഇന്നലെ പാർത്ഥസാരഥി സാധിച്ചു തന്നു. രാവിലെ 5:45 തൃശ്ശൂരിൽ നിന്ന് കന്യാകുമാരി എക്സ്പ്രസ്സിൽ കയറി ഞങ്ങൾ 3 പേര് ചെങ്ങന്നൂരെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ആറന്മുളയിലേക്ക് പോയി. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ പോയത്. ഒരാൾക്ക് 300 രൂപ. ഭഗവാന്റെ പ്രസാദം കാശ് കൊടുത്ത് വാങ്ങുകയാണോ എന്ന് ചിലർ ചോദിച്ചേക്കാം. എന്നാൽ ഇത് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് ചില വ്യക്തികൾ വള്ളക്കാർക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് ഈ വെള്ളസദ്യ. ഒരു വള്ളത്തിനുള്ള വഴിപാടിന് 250 പാസ് മാത്രമേ ഉള്ളൂ. എന്നാൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിച്ചു വരാറുണ്ട്. അവർ നിരാശരായി മടങ്ങരുതല്ലോ. അതിനാൽ അവർക്ക് വേണ്ടിയാണ് തൊട്ടടുത്ത ഹാളുകളിൽ വഴിപാട് സദ്യയുടെ തനി പകർപ്പ് ഒരുക്കുന്നത്. ക്ഷേത്രക്കടവിലേക്ക് ഇന്നലെ 3 പള്ളിയോടങ്ങളാണ് എത്തിയത്. വഞ്ചിപ്പാട്ടും പാടി ഒഴുകിയെത്തുന്ന വള്ളങ്ങൾ. അവരെ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി കണ്ട് താലപ്പല്ലിയോടെ സ്വീകരിച്ച് ആനയിക്കുന്ന വഴിപാടുകാർ. പാഞ്ചജന്യ ഹാൾ എന്നായിരുന്നു ഞങ്ങളുടെ ഓൺലൈൻ ടിക്കറ്റിൽ. പക്ഷെ അവിടെ ചെന്നപ്പോൾ KSRTC വള്ളസദ്യ പാക്കേജിൽ വന്നവർക്കായിരുന്നു അവിടെ വിളമ്പിയിരുന്നത്. 5 മിനിറ്റ് ദൂരത്തിൽ തെക്കേടത്തില്ലം ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾക്ക് സദ്യ കിട്ടിയത്. വള്ളപ്പാട്ട് പാടിയും ശ്ലോകങ്ങൾ ചൊല്ലിയുമാണ് അവിടെ സദ്യ വിളമ്പുന്നതും കഴിക്കുന്നതും. ആ കാഴ്ച കണ്ടു നിൽക്കുന്നത് തന്നെ മനസ്സ് നിറയ്ക്കുന്ന ഒരു അനുഭവമാണ്. ആറന്മുള രഘുനാഥനും ആറന്മുള മോഹനനും ആറന്മുള പാർക്കനും ഇഷ്ടബോധനമായ 60-ൽ പരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ആറന്മുളയപ്പ ഭഗവാനെ, ഇനി നമുക്ക് ഗുരുവായൂർ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് റൂമിൽ ഒരു ഉറക്കമിറങ്ങി എണീറ്റ് 4:45 ജനശതാബ്ദിയിൽ തിരിച്ച് തൃശ്ശൂരിലേക്ക്. 9 മണിയോട് കൂടി തൃശ്ശൂരിലെത്തി.